ഒരു കുഞ്ഞു ജീവൻ നഷ്ടപ്പെട്ടതിന് ഒരു കോർപ്പറേറ്റ് ഭീമൻ നൽകേണ്ടി വന്നത് ഞെട്ടിപ്പിക്കുന്ന തുക 211 കോടി രൂപ. അക്ഷരാർത്ഥത്തിൽ ലോകം ഉറ്റുനോക്കുന്ന ഈ വിധി കോർപ്പറേറ്റ് ലോകത്തിന് ഒരു പാഠമായി മാറിയിരിക്കുകയാണ്. ചെൽസിയ വാൾഷ് ടോട്ടൽ ക്വാളിറ്റി ലോജിസ്റ്റിക്സ് എന്ന പ്രശസ്ത കമ്പനിയിലെ ജീവനക്കാരിയാണ്. 2021 ഫെബ്രുവരിയിൽ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൊന്നിലൂടെ കടന്നുപോവുകയായിരുന്നു യുവതി. തൻ്റെ ആദ്യ കുഞ്ഞിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന്മേൽ കരിനിഴൽ വീഴ്ത്തി ചെൽസിയയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തലപൊക്കി. ഡോക്ടർമാർ കർശനമായി വിശ്രമം നിർദ്ദേശിച്ചു. ഈ അവസ്ഥയിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള വർക്ക് ഫ്രം ഹോം സൗകര്യം ആവശ്യപ്പെട്ട് ചെൽസിയ കമ്പനിയെ സമീപിച്ചു. പക്ഷേ കഥയിലെ വില്ലനെ പോലെ കമ്പനി ചെൽസിയയുടെ അപേക്ഷ തള്ളുകയായിരുന്നു. ഈ ഗുരുതരമായ സാഹചര്യത്തിൽ പോലും അവൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവാദം കിട്ടിയില്ല. ആരോഗ്യം വഷളായിക്കൊണ്ടിരുന്നു. ഒടുവിൽ മാസം തികയും മുൻപേ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നു. പക്ഷേ വിധി അതിക്രൂരമായിരുന്നു. അമ്മയുടെ കൈകളിലേക്ക് ഒരു നോക്ക് നോക്കാൻ പോലും ആവാതെ ആ കുഞ്ഞു ജീവൻ പൊലിഞ്ഞുപോയി. ആ നിമിഷം ചെൽസിയയുടെ ജീവിതത്തിന്റെ താളം തെറ്റി. ഹൃദയം തകർന്ന് നീതി തേടി ചെൽസിയ നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയായിരുന്നു. അമേരിക്കയിലെ ഒഹായോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടോട്ടൽ ക്വാളിറ്റി ലോജിസ്റ്റിക്സിനെതിരെ അവർ കോടതി കയറി. ഒരു ജീവന്റെ വില നിസ്സാരമല്ലെന്ന് തെളിയിക്കാൻ അവർക്ക് മുന്നിൽ കടമ്പകളും ഏറെയായിരുന്നു. മാസങ്ങളും വർഷങ്ങളും നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം കോടതി ചരിത്രപരമായൊരു വിധി പുറപ്പെടുവിച്ചു. ഗർഭിണിയായ ജീവനക്കാരിക്ക് ആവശ്യമായ പരിഗണന നൽകാതെ അവരുടെ കുഞ്ഞിന്റെ മരണത്തിന് വഴിയൊരുക്കിയ കമ്പനിക്ക് $22.3 മില്യൺ, അതായത് ഏകദേശം 211.5 കോടി ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു. ഈ വിധി ലോകമെമ്പാടുമുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വലിയ ഒരു പാഠമായിരിക്കുമെന്ന് ഉറപ്പാണ്. ഒരു കുഞ്ഞു ജീവന്റെ വില ഏതെങ്കിലും കണക്കുകൾക്കപ്പുറമാണ്. പക്ഷേ നീതിയുടെ തുലാസ് ചിലപ്പോഴൊക്കെ കോടികളുടെ രൂപത്തിൽ പ്രതിഫലിക്കാറുണ്ട്. ഈ വിധി കോർപ്പറേറ്റ് ലോകത്ത് ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ദുർബലമായ അവസ്ഥയിലുള്ളവർക്ക് കമ്പനികൾ എത്രത്തോളം പിന്തുണ നൽകണം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു വിധി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വളരെ ഗുരുതരമായ അവസ്ഥയിൽ പോലും അവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരമാണ് കമ്പനി നിഷേധിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അക്ഷരാർത്ഥത്തിൽ ലോകം ഉറ്റുനോക്കുന്ന ഈ വിധി കോർപ്പറേറ്റ് ലോകത്തിന് ഒരു പാഠമായി മാറിയിരിക്കുകയാണ്.